ഇടുക്കിയിൽ നിന്നൊരു കൗതുക കാഴ്ച ഇന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരേ കിണറ്റിലൊരു കടുവയും നായയും. ചെല്ലാർകോവിൽ മെട്ടിൽ കുഴിയിൽ വീണ കടുവ ഏതായാലും ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. പേവിഷബാധയുടെ വാക്സിൻ നൽകിയതിന് ശേഷമാകും കടുവയെ തുറന്നുവിടുക. രാവിലെ ആടിന് തീറ്റ കൊടുക്കാൻ വന്ന സ്ഥല ഉടമ സണ്ണിയാണ് ഈ കടുവയും നായയും കുഴിയിലകപ്പെട്ടത് കണ്ടത്. രാഹുൽ സുരേഷ് തയ്യാറാക്കി റിപ്പോർട്ട് കാണും. ഇന്ന് രാവിലെ 7:30 ചെല്ലാർകോവിൽ മെട്ടിൽ കടുവയും അതോടൊപ്പം തന്നെ നായയും കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തുന്നത്. ഇതൊരു ഏലത്തോട്ടമാണ്, സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടമാണ്. അതിന് സമീപമായി കുഴിയെടുത്തിരുന്നു. ആ കുഴിയിലാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കുഴിയിൽ വീണ നിലയിലായിരുന്നു കടുവയും നായയും ഉണ്ടായത്. ഈ നായയെ പിടികൂടാനായി ഓടുന്നതിനിടെ ഈ നായയും അതോടൊപ്പം തന്നെ കടുവയും കുഴിയിൽ വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഫോറസ്റ്റിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിച്ചത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസ് ഇവിടെ എത്തി സുരക്ഷ ഒരുക്കി. നാട്ടുകാരെ ഒന്നും തന്നെ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മയക്കുവെടി വെച്ചാണ് ഈ കടുവയെ പിടികൂടിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12:20 കൂടിയായിരുന്നു ആദ്യം മയക്കുവെടി വെക്കുന്നത്. പക്ഷേ ഏറെ സമയം, അതായത് സാധാരണ 15 മിനിറ്റൊക്കെയാണ് ഈ കടുവ മയങ്ങാനായി എടുക്കുന്നത്. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് കടുവ മയങ്ങിയത്. അതിനുശേഷം ഇതിൽ നിന്നും എടുത്ത ശേഷം വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. വളരെ സജ്ജീകരണത്തോടു കൂടി തന്നെയായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അതിനുശേഷം കൂട്ടിലേക്ക് കയറ്റി ഇപ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ നായയുടെ കൂടെയാണ് കടുവ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിഷബാധ വാക്സിൻ ഉൾപ്പെടെ എടുത്ത ശേഷമായിരിക്കും ഈ കടുവയെ തുറന്നു വിടുക എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രസന്റ് കണ്ടിട്ട് വേറെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒരു പട്ടി ഉണ്ടായിരുന്നു, കിണറ്റിൽ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പട്ടിയെ ചേസ് ചെയ്ത് വന്ന സമയത്ത് കിണറ്റിൽ വീണതാവാം. എന്തായാലും നാട്ടുകാരുടെയൊക്കെ വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ഈ പ്രദേശത്ത് കാൽപ്പാട് കണ്ടെത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരോട് പറഞ്ഞത് കടുവ ഈ പ്രദേശത്ത് നിന്നും പോയിട്ടുണ്ട്, അതുകൊണ്ട് മറ്റ് ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മുമ്പ് ഒരു 3-4 മാസം മുമ്പ് ഇവിടെ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു. അന്ന് ക്യാമറ എന്തൊക്കെയോ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരിക്കും പറഞ്ഞത് പോയി തന്നെ ഓർത്താണ് നമ്മൾ. പക്ഷേ ഇത് പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ മഴ പെയ്യുന്നതിന് മുമ്പ് വൈകിട്ട് രാത്രിയിലൊക്കെ ഞാനിവിടെ വന്ന് ഏലത്തിന് നനയ്ക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെയൊരു അറിയത്തില്ലായിരുന്നു. ഇനി ഇതിൻ്റെ കൂട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുകയല്ലോ. ഇതിൻ്റെ കൂട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. താൽക്കാലികമായി കടുവയെ പിടികൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. ആ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.